സ്നേഹപൂർവ്വം ശ്യാമയുടെ ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ ഓരോ ചൂട് നടക്കുമ്പോഴും അമ്മ എനിക്ക് പകർന്നു തന്നിട്ടുള്ള ഉപദേശങ്ങളാണ് എൻ്റെ മനസ്സിലുള്ളത്. ഞാൻ ഈ ഫീൽഡിലേക്ക് വന്ന സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെക്കുറിച്ച് തെറ്റായിട്ടൊന്നും അമ്മ കേൾക്കില്ല എന്ന്. അത് ഇത്ര നാൾ പാലിക്കാൻ പറ്റിയെന്ന് പറയുന്നുണ്ട് ജീവൻ എല്ലാവരോടുമായിട്ട്. അങ്ങനെ തന്നെയാണ് വേണ്ടത് മോനെ. നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മുടെ ചുറ്റുപാട്, അവരൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു തെറ്റും ചെയ്യാൻ നമുക്ക് തോന്നില്ല എന്നൊക്കെ ദേവനാരായണനും പറയുന്നുണ്ട് കേട്ടോ. ആ സമയം എന്നാ പിന്നെ മോളെ ഒന്ന് കാണാലേ, ഇവൻ പറഞ്ഞു പറഞ്ഞ് എനിക്ക് കാണാൻ ഒത്തിരി തിടുക്കായി എന്ന് പറയുന്നുണ്ട് ജീവന്റെ അമ്മ. ദേവനാരായണ യശോദയുടെ മോളെ വിളിക്കാൻ പറയുന്നുണ്ട്. അതേസമയം വരുൺ പ്രിയങ്കയും കൂട്ടി അങ്ങോട്ട് പോകുന്നുണ്ട്. അതേസമയം തന്നെ കൽപ്പന മുത്തശ്ശിയും സൂര്യയെയും അമ്മയെയും ഗൗതമിനെയും ഒക്കെ കൂട്ടി ഇങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. വെള്ളം കുടിക്കാനോ മറ്റോ നിർത്തണമെന്ന് വരുൺ പ്രിയങ്കയോട് ചോദിക്കുമ്പോൾ ഒരു നരകത്തിലും നിർത്തണ്ടെന്നും പറ്റുമെങ്കിൽ ഏതെങ്കിലും കൊക്കയിലേക്ക് ഇടിച്ച് താഴ്ത്താനും ഒക്കെ പ്രിയങ്ക ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അങ്ങനെ രാധിക ജീവന്റെ മുമ്പിലേക്ക് ചായയുമായിട്ട് വരുന്നുണ്ട്. അയാളെ കണ്ട് രാധിക ചെറിയൊരു ഞെട്ടലോടെ നിൽക്കുന്നുണ്ട്. മോളെ രാധികയെ, കുഞ്ഞുനാൾ മുതൽ ഞാൻ ഇവന്റെ ഒരു ഇഷ്ടത്തിന് എതിരെ നിന്നിട്ടില്ല. അതൊരു കളിപ്പാട്ടം മുതൽ പഠിക്കുന്ന കോഴ്സ് വരെ. മകനെന്ന വാത്സല്യം കൊണ്ട് എല്ലാം അങ്ങ് അംഗീകരിച്ചു എന്ന് കരുതണ്ട. നല്ലതേ അവൻ സെലക്ട് ചെയ്യാറുള്ളൂ. കുറെ ദിവസമായി മോള് ഞങ്ങളുടെ ഇടയിൽ ഒരു സംസാര വിഷയമായിട്ട്. കാരണം കണ്ടെത്തിയിട്ട് അവൻ ഓരോന്ന് മോളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അവന്റെ സെലക്ഷൻ തെറ്റിയിട്ടില്ല. മോളെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ ജീവന്റെ അമ്മ രാധികയോട് പറയുന്നുണ്ട്. ഉള്ളത് പറയാലോ, കുഞ്ഞുനാൾ മുതൽ ഇവളെ കണ്ട ഓമനിക്കാതെ ആരും പോകില്ല. മുതിർന്നപ്പോൾ ഇവളുടെ സ്വഭാവ മഹിമയെ പറ്റി പറയാത്ത ഒരാളും ഈ കരയിലില്ല എന്നൊക്കെ പ്രിയങ്കയുടെ മുത്തശ്ശിയും പറയുന്നുണ്ട്. അല്ലേ ദേവാന്നും ചോദിക്കുമ്പോൾ മക്കളെ കുറിച്ച് അച്ഛനമ്മ പറയുന്നത് നല്ലതല്ലേ പറയുള്ളൂ. പക്ഷെ ഇവളെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ പറയുന്നത് കുറയുന്നുണ്ടോയെന്ന സംശയം മാത്രമേ ഉള്ളൂ എന്ന് ദേവനാരായണൻ പറയുന്നുണ്ട്. ഞങ്ങളുടെ ഭാഗ്യ അവളെന്നും പറയുന്നുണ്ട്. പെട്ടെന്ന് രഹസ്യമായി ദേവേട്ട പറയൂന്ന് യശോദ പറയുമ്പോൾ എന്താ യശോദയെ പറയുന്നേ? എന്തായാലും തുറന്നു പറഞ്ഞുള്ളൂന്ന് ജീവന്റെ അമ്മ പറഞ്ഞപ്പോൾ അത് രാധിക മോളെ കുറിച്ച് തന്നെയാ. ഒരു വിവാഹബന്ധമൊക്കെ ആകുമ്പോൾ കാര്യങ്ങളൊക്കെ തുറന്നു പറയണല്ലോ. രാധിക എന്റെയും യശോദയുടെയും മൂത്ത മകളാണ്. പക്ഷെ അവളെ യശോദ പ്രസവിച്ചതോ ഞാൻ ജന്മം കൊടുത്തതോ അല്ല. ഇവളെ ഞങ്ങൾ എടുത്തു വളർത്തിയതായി തിരിയില്ലാത്ത പ്രായത്തിലെന്ന് ദേവനാരായണൻ പറയുന്നുണ്ട്. നാളെ ഒരു സംസാരത്തിന് ഇടവരരുത്, അതുകൊണ്ടാണ് ഇത് പറയണമെന്ന് തീരുമാനം ഞങ്ങൾ എടുത്തതെന്ന് യശോദ പറയുമ്പോൾ അപ്പൊ കുട്ടി ഒരു അനാഥയാണല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ ജീവന്റെ അമ്മ. ആ സമയം രാധികയ്ക്ക് അരികിൽ വന്നിട്ട് എന്റെ മകന് നിന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ വിവാഹത്തിന് ഒരുങ്ങിയതാ ഞാൻ. പക്ഷേ ഈ അച്ഛനമ്മമാരുടെയും ഇതൊക്കെ മനസ്സ് കീഴടക്കിയിരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഈ നാട് നിന്നെ പറയുന്ന നല്ല വാക്കുണ്ടല്ലോ, അതിന്റെയൊക്കെ അർത്ഥം നീ ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് തന്നെയാ. പരിപൂർണ സമ്മതമാണ് ഈ അമ്മയ്ക്ക് നിന്നെ മരുമകളായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇത് കേട്ട് എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട് രാധിക അകത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. സന്തോഷം കൊണ്ടാണെന്ന് മുത്തശ്ശി ആ സമയം പറയുന്നുമുണ്ട്. കൃഷ്ണന്റെ വിഗ്രഹത്തിനടുത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് എല്ലാവരും എല്ലാം തീരുമാനിച്ചിരിക്കുക. പക്ഷെ ഈ വിവാഹം നടത്താൻ പാടില്ല എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് രാധിക. ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും എന്നെ മോചിപ്പിക്കണമെന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയം വിവാഹം ആർഭാടമായിട്ട് വേണ്ടെന്നൊക്കെയും ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തിയാൽ മതിയെന്നും ജീവനും ജീവന്റെ അമ്മയും ദേവനാരായണനോട് സംസാരിക്കുന്നുണ്ട്. ഇളയ മകൾ പ്രിയങ്കയുടെ ബന്ധുക്കളോടും കൂടി ആലോചിച്ച് നമുക്കൊരു തീരുമാനത്തിലെത്താമെന്ന് പറയുന്നുണ്ട് ദേവനാരായണൻ. അങ്ങനെ എന്തായാലും ഈ വിവാഹം നമ്മൾ ഉറപ്പിക്കുന്നു എന്നും പറയുന്നുണ്ട് ജീവന്റെ അമ്മ. പിന്നീട് വലിയൊരു കുന്നിന്റെ മുകളിൽ കൊണ്ടു നിർത്തുന്നുണ്ട് വണ്ടി വരും. ആ സമയം എന്തിനാണ് ഇവിടെ കാർ നിർത്തിയെന്ന് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട് പ്രിയങ്ക. ഇത് വ്യൂ പോയിന്റ് ആണെന്ന് പറയുന്നുണ്ട് വരും. വ്യൂ പോയിന്റിന്റെ അർത്ഥമല്ല ചോദിച്ചേ, കാണുന്ന സ്ഥലങ്ങളിൽ വണ്ടി നിർത്തിയാൽ എനിക്ക് വണ്ടിക്കകത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പ്രിയങ്ക. ഈ യാത്ര നിങ്ങൾക്ക് ഒഴിവാക്കായിരുന്നില്ലേ എന്നും ചോദിക്കുന്നുണ്ട്. അത് തനിക്ക് ആവാമായിരുന്നല്ലോ. എന്റെ വീട്ടുകാരെ ധിക്കരിക്കുന്നതിന് എനിക്കൊരു പരിധി ഉണ്ടെന്ന് പറയുന്നുണ്ട് വരും. അപ്പോൾ ഞാൻ ധിക്കരിക്കാനെന്നോ? എല്ലാ വഴിയും ഞാൻ കേൾക്കണോ? നോക്ക, വിവാഹം കഴിച്ചു കൊണ്ടുവന്ന എന്നെ ഇഷ്ടമല്ല എന്നും കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞു നിങ്ങളാ. നിർത്തടി, കൂടെ ജീവിച്ചതിന്റെ വില എന്നോട് പറഞ്ഞുറപ്പിച്ചത് നീയാ. പിന്നെ എന്നോട് കൂടുതൽ ന്യായമൊന്നും പറയണ്ടെന്ന് പറയുന്നുണ്ട് വരും. കൂടെ ജീവിച്ചതിന്റെ കണക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സഹിച്ചോളണം. എൻ്റെ ഒപ്പം കട്ടിലിൽ കിടക്കുമ്പോൾ വേറൊരുത്തിയെ മനസ്സിൽ കൊണ്ട് നടക്കുകയല്ലേ. അത്രയ്ക്കങ്ങ് മാന്യതയൊന്നും ചമയണ്ടെന്ന് പറയുന്നുണ്ട് പ്രിയങ്ക. എന്റെ മാന്യതയില്ലായ്മ നിനക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ നീ എന്താ ഇറങ്ങിപ്പോകാത്തെ? ഓ, ഇറങ്ങിപ്പോയാൽ പിന്നെ ആ ദാരിദ്ര്യക്കാട്ടിലേക്ക് തന്നെ ചെന്ന് കയറണല്ലോ. കണിമംഗലത്തിന്റെ സമ്പന്നത ഒന്നും അവിടെ കിട്ടില്ലല്ലോ. ഒരുത്തവനെ ചതിച്ചവന്റെ ജീവിതത്തിൽ കയറിയിരിക്കുക, പിന്നെ അവനോട് വിലപേശുക. ഇതിനേക്കാൾ നല്ലത് ആത്മഹത്യ ചെയ്യുന്നതല്ലേടി എന്ന് പറയുന്നുണ്ട് വരും. ഉദ്ദേശം മനസ്സിലായി. പറയാവുന്ന മുഴുവൻ പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും രീതിയിൽ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടവളെയും കൊണ്ടുവന്ന് സുഖമായി ജീവിക്കാലോ. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നടത്താതെ ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കണ്ട. ആ വണ്ടിയിൽ കയറുന്നു പറയുന്നുണ്ട് പ്രിയങ്ക. പെട്ടെന്ന് എനിക്കിപ്പോ വരാൻ സൗകര്യമില്ല എന്ന് വരുൺ പറയുമ്പോൾ എനിക്ക് പോണെന്നാ പറഞ്ഞെന്ന് പറയുന്നുണ്ട് പ്രിയങ്ക. ഇതേ റോട്ടിൽ ചെന്ന് കൈ കാണിച്ചാൽ നിനക്ക് ഒരുപാട് വണ്ടികൾ കിട്ടും. ഏതെങ്കിലും ഒന്നിന് കൈ കാണിച്ച നീ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോകാൻ പറയുന്നുണ്ട് വരും. അത് വേണ്ട, ഒന്നിച്ചിറങ്ങിയെങ്കിൽ ഒരുമിച്ച് തന്നെ പോകാമെന്ന് പറഞ്ഞ് വരുണിന്റെ കൈ പിടിച്ച് വാന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട് പ്രിയങ്ക. പ്രിയങ്ക അവിടെ ആൾക്കാർ കാണുന്നൊക്കെ വരുൺ പറയുമ്പോൾ
ആൾക്കാർ കാണട്ടെ, നീ നിൽക്കുന്ന എല്ലാവരും കാണട്ടെ, നിങ്ങളെ പോലെ ഒരാളെ ഭർത്താവായിട്ട് ചുമന്ന് നടക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എല്ലാവരും ഒന്ന് അറിയട്ടെ എന്ന് പറയുന്നുണ്ട് പ്രിയങ്ക. അതോടെ നിങ്ങളുടെ അന്തസ് ആകാശത്തോട്ട് പോകുവാണെങ്കിൽ എനിക്ക് എത്രയും സന്തോഷം എന്ന് പ്രിയങ്ക പറയുമ്പോൾ, ഓഹോ, എങ്കിൽ പിന്നെ ആളുകളോട് മുഴുവൻ ഞാൻ പറഞ്ഞു കൊടുക്കാം എന്നെ ചതിച്ച കാര്യവും എൻ്റെ കൂടെ ജീവിക്കുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശവും എന്ന് പറഞ്ഞിട്ട് പ്രിയങ്കയെ വലിച്ചഴിച്ച് ആൾക്കാരുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുന്നുണ്ട് വരുൺ. എന്നിട്ട് പറയാൻ പറയുന്നുണ്ട്, നീ അതിലൊരാൾ പറയാൻ പറയുന്നുണ്ട് വരുൺ. അതിലൊരാൾ, ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലവാ, നിങ്ങളുടെ കുടുംബ പ്രശ്നം വീട്ടിലോ വണ്ടിയിൽ ഇരുന്നോ തീർക്കണം, ഇവിടെ ഇരുന്ന് തമ്മിൽ തന്നാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. വേറൊരാൾ, ഇത് ഞങ്ങളുടെ നാടാണ്, കാണാനാണ് വന്നതെങ്കിൽ കണ്ടിട്ട് പോയിക്കൊള്ളണം എന്നൊക്കെ വരുണിനോട് പറയുമ്പോൾ, ഇല്ലെങ്കിൽ തന്നെ എന്തോ ചെയ്യും? എടോ, ഞാനൊരു ഇന്ത്യൻ പൗരനാ, എനിക്ക് ഈ രാജ്യത്ത് എവിടെയും പോകാൻ ആരുടെയും അനുവാദമൊന്നും വേണ്ട, മണ്ണിന്റെ മാഹാത്മ്യം പറഞ്ഞ് എന്നെ മര്യാദ പഠിപ്പിക്കാൻ നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട് വരുൺ. ആ സമയം അയാൾ, എന്നാൽ ഇവനെ മര്യാദ പഠിപ്പിച്ചിട്ടേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞ വഴക്കിന് ചെല്ലാൻ നോക്കുമ്പോൾ വേറൊരാൾ തടയാനുണ്ട്. എന്നിട്ട് സ്ഥലം വിടാനും ആളുകൾ വരുണിനോട് പറയുന്നുണ്ട്. അങ്ങനെ വരുൺ കാറിൽ കയറി പോകുന്നുണ്ട്, പ്രിയങ്കയും കൂടെ ചെല്ലുന്നുണ്ട്. ഇത് അവരുടെ പോക്ക് കൽപ്പനയും മുത്തശ്ശിയും അമ്മയും കൂടി കാറിൽ വരുമ്പോൾ കാണുന്നുണ്ട്. ആ വ്യൂ പോയിന്റിന്റെ അടുത്തേക്ക് ആയിട്ടാണ് അവർ വരുന്നത്. വരുണിന്റെയും പ്രിയങ്കയുടെയും കാറിലെ അതെന്ന് പറഞ്ഞിട്ട്, കൽപ്പന, ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഗൗതം. അതിനെന്താന്ന് പറഞ്ഞു, ഇവിടെ ഇറങ്ങാമെന്നും പറയുന്നുണ്ട് ഗൗതം. ആ സമയം അതിനെന്താന്ന് പറഞ്ഞ, സൂര്യ നമുക്കിവിടെ ഇറങ്ങാലേ എന്ന് കൽപ്പന പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും കൂടി ഇറങ്ങിക്കോ, എനിക്ക് വണ്ടിയിലിരുന്നാൽ കാണാമെന്ന് പറയുന്നുണ്ട് സൂര്യ. മറ്റുള്ളവർ ഇറങ്ങുമ്പോൾ ആളുകൾ പ്രിയങ്കയും വരുണും വഴക്ക് കൂടിയതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. ഇത് കേട്ട കൽപ്പന, നിങ്ങൾ ആരെ കുറിച്ചാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, ഇപ്പൊ വണ്ടിയിൽ കയറി പോയില്ലേ രണ്ടുപേർ, എന്തൊരു ശല്യമായിരുന്നു ഇവിടെ എന്നൊക്കെ പറയുന്നുണ്ട്.